ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വീടുകളിലും പറമ്പിലും വേലിക്കലും ഒക്കെ കണ്ടുവരുന്ന ഒരു ഭക്ഷ്യയോഗ്യമായ ഒരു ചെടിയാണ് വേലിച്ചീര, മധുരച്ചീര എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇലവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോഷകമൂല്യമടങ്ങിയ ഒന്നാണ് നമ്മുടെ ഈ മധുരച്ചീര. വില കൊടുക്കാതെ തന്നെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു വിള കൂടിയാണ് ഈ ഇല. പോഷക ഗുണങ്ങൾ നിരവധി അടങ്ങിയിട്ടുള്ള ഈ ചെടിയെ മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നും അറിയപ്പെടുന്നുണ്ട്. മധുരച്ചീരയിൽ ധാരാളം ജീവകം എ, ബി, സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ധാതുക്കളുടെ ഒരു കലവറ കൂടിയാണ് നമ്മുടെ ഈ മധുരച്ചീര. വൈറ്റമിൻ ഡി, എഫ്, കെ ഇവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീര നന്നായിട്ട് കഴുകിയെടുക്കാം. ഇല പറിച്ച് തന്നത് എൻ്റെ അനിയൻ്റെ മകനും ഇല ഇറുത്ത് തന്നത് എൻ്റെ ഹസ്ബൻഡുമാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കഴുകി വെള്ളം തോരാനായിട്ട് വച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ കഴുകണം. ചിലന്തി വലയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമെല്ലാം തോർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കാനൊക്കെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ ചീരയിലേക്ക് അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചീര അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ ഈ ചീര തോരനിൽ സവാളയാണ് ചേർക്കുന്നത്. ഞാനിപ്പം കുറച്ച് മധുരച്ചീരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സവാളയുടെ പകുതി ചേർക്കാം. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണമെങ്കിൽ ഒരു സവാള എടുക്കുക. ഇനി നമ്മൾ ആ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇങ്ങ് ചേർത്ത് കൊടുക്കാം. സവാളയും ചക്കക്കുരു വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് തോരത്തിന് വേണ്ടിയുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇലയിൽ ചേർത്ത് കൊടുക്കുന്നില്ല. സവാളയിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വച്ചാൽ മതി. ഏലക്കറികൾ അടച്ച് വയ്ക്കാതെയാണ് വേവിക്കുന്നത്. നമ്മുടെ മധുരച്ചീര പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മധുരച്ചീര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. രാത്രി നമ്മൾ കാപ്പിയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് തോരൻ വയ്ക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് സ്പാച്ചില കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ തോരൻ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇട്ട് 1 മിനിറ്റ് ഒന്ന് ഇല ചൂടായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് 4 ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വലുതാണ് ചേർക്കുന്നതെങ്കിൽ 1 or 2 ചേർത്താൽ മതി. ഇനി നമുക്കതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഇല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ കുഴഞ്ഞു പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. തോരനെന്ന് പറയുമ്പോൾ നല്ല തോറായിരിക്കണ്ടേ. അപ്പോൾ നമ്മളിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകാതിരിക്കും. നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചിലർ പറയുന്നുണ്ട് ഈ മധുരചീര കഴിച്ചാൽ ക്യാൻസർ വരുമെന്നൊക്കെ. അതൊക്കെ തെറ്റായ പ്രചാരണമാണ്. എൻ്റെ അമ്മാമ്മയൊക്കെ പണ്ട് മുതലേ ഇതെല്ലാം തോരൻ വയ്ക്കുന്നതാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ തെറ്റായ ധാരണയാണ്. അതുമല്ല, നമ്മൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ദിവസവും കഴിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ. നമുക്കിപ്പം ഇതൊക്കെ കുറച്ചല്ലേ കിട്ടത്തുള്ളൂ. നമ്മൾ ആഴ്ചയിലൊരിക്കയോ മാസത്തിലൊരിക്കയോ ഒക്കെ ഈ ഇല എടുത്താൽ തന്നെ പിന്നെ അത് കിളിർത്ത് വരാനായിട്ട് പിന്നെയും ഒരു മാസത്തിൽ കൂടുതലെടുക്കും. വല്ലപ്പോഴൊക്കെ വച്ച് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പ് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയാൽ നമ്മുടെ തോരൻ തുറന്ന് തന്നെ ഇരിക്കും. കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇതിപ്പോൾ കുഴഞ്ഞിട്ടൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. നല്ലതുപോലെ തുറആയിട്ടുണ്ട്. നമ്മുടെ ചീരയെല്ലാം വെന്തിട്ടുമുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.